അനിശ്ചിതങ്ങൾക്കൊടുവിൽ JDU കണ്ണൂർ ജില്ലാ കൗൺസിൽ യോഗം ശനിയാഴ്ച ചേരും. തലശ്ശേരിയിൽ ചേരുന്ന യോഗത്തിൽ MP വീരേന്ദ്രകുമാറും KP മോഹനനും പങ്കെടുക്കും. സംസ്ഥാന കൗൺസിലിന് മുന്നോടിയായി ജില്ലാ യോഗങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം എന്നിരിക്കെ കഴിഞ്ഞ ദിവസം ചേരേണ്ട യോഗം മാറ്റിവെച്ചിരുന്നു. കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലം കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ജില്ലാ കൗൺസിലിൽ പങ്കെടുക്കുക. ഇതിൽ ബഹുഭൂരിപക്ഷം കമ്മിറ്റികളും JDU ഇടത്തോട്ട് തിരിയണമെന്ന പക്ഷക്കാരാണ്. എന്നാൽ വീരേന്ദ്രകുമാറും പിണറായി വിജയനും വേദി പങ്കിട്ടതിന് പിന്നാലെ KP മോഹനന്റേതായി വന്ന പരസ്യപ്രസ്താവന ജില്ലയിലെ നേതാക്കൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം ജില്ലാ കൗൺസിൽ ചേരാൻ തീരുമാനിച്ചെങ്കിലും മന്ത്രിയുടെ അസൗകര്യം കാരണം യോഗം മാറ്റിവെക്കുകയായിരുന്നു. ഇതേക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ രൂക്ഷമായതിനിടെയാണ് ശനിയാഴ്ച കൗൺസിൽ യോഗം ചേരാൻ തീരുമാനിച്ചത്. വീരേന്ദ്രകുമാറിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന യോഗത്തിൽ KP മോഹനെതിരെ കടുത്ത വിമർശനമുയരാനാണ് സാധ്യത. സ്വന്തം ജില്ലയിൽ പിന്തുണ നഷ്ടപ്പെടുന്ന നേതാവെന്ന അവസ്ഥ ഒഴിവാക്കാൻ യോഗത്തിൽ പങ്കെടുക്കാതെ മന്ത്രി ഒഴിഞ്ഞുമാറി നടക്കുകയാണെന്നാണ് വീരൻ അനുകൂല പക്ഷം ആരോപിക്കുന്നത്. അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3000-ലേറെ വോട്ടിന് JDU വിജയിച്ച കൂത്തുപറമ്പിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ UDF 10,000-ലേറെ വോട്ടിന് പിന്നിലായതും വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിക്കും. ചുരുക്കത്തിൽ LDF-നൊപ്പം നിന്നാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്ന നിലപാടാണ് കണ്ണൂർ ജില്ലയിലെ ബഹുഭൂരിപക്ഷം JDU നേതാക്കളും പങ്കുവയ്ക്കുന്നത്. കണ്ണൂരിൽ നിന്നും K. ശശീന്ദ്രൻ, റിപ്പോർട്ടർ.